ആക്ഷൻ രംഗങ്ങളിലെ മോഹൻലാലിന്റെ വേഗതയും മെയ്വഴക്കവും പല സിനിമകളിലൂടെ പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പെർഫെക്ഷന് വേണ്ടി സാഹസികത നിറഞ്ഞ പല രംഗങ്ങളിലും മോഹൻലാൽ ഡ്യൂപ്പിനെ പോലും ഒഴിവാക്കാറുണ്ട്. അത് പലപ്പോഴും അപകടങ്ങൾ വിളിച്ചു വരുത്താറുമുണ്ട്. മോഹൻലാലിന്റെ കരിയറിൽ ഷൂട്ടിങ്ങിനിടയിലുണ്ടായ 5 അപകടങ്ങൾ. ദേവാസുരത്തിന്റെ ചിത്രീകരണത്തിനിടയിലായിരുന്നു മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ അപകടമുണ്ടായത്. ദേവാസുരത്തിലെ ഒരു സംഘടന രംഗത്തിന്റെ ചിത്രീകരണത്തിനിടയിൽ മോഹൻലാലിന്റെ നട്ടലിലായിരുന്നു ക്ഷതമേറ്റത്. പ്രമുഖരായ പല ഡോക്ടർമാരും ശസ്ത്രക്രിയ വേണമെന്നും നട്ടലിൽ സ്ക്രൂ ഇടണമെന്നും നിർദ്ദേശിച്ചു. ശസ്ത്രക്രിയ കൂടാതെ അസുഖം ഭേദമാക്കാൻ വഴിയുണ്ടോ എന്ന് മോഹൻലാൽ പല വഴിക്കും അന്വേഷിച്ചു. ഒടുവിൽ പ്രശസ്തനായ പേരിങ്ങോട് പൂമള്ളിമനയിലെ 6-ാം തമ്പുരാന്റെ ചികിത്സയിലായിരുന്നു മോഹൻലാൽ നട്ടലിനേറ്റ ക്ഷതം ആയുർവേദത്തിലൂടെ ഭേദപ്പെടുത്തിയത്. കാസനോവ എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ ക്ലൈമാക്സ് ചിത്രീകരണത്തിനിടയിലാണ് മോഹൻലാലിന്റെ കൈക്ക് സാരമായി പരിക്കേറ്റത്. സാഹസികത ഏറെ നിറഞ്ഞ രംഗത്തിൽ അധികം വീതിയില്ലാത്ത ഇടത്തിലൂടെ ബൈക്ക് ഓടിക്കുമ്പോഴായിരുന്നു ബൈക്ക് മറിഞ്ഞ് മോഹൻലാലിന്റെ കൈക്ക് പരിക്കേറ്റത്. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിലെ മരമടി രംഗത്തിന്റെ ചിത്രീകരണത്തിനിടയിലായിരുന്നു മോഹൻലാലിന് കാലിന് പരിക്കേറ്റത്. ചെളിയിൽ കാളകൾക്കൊപ്പം മൂടിയ മോഹൻലാലിന്റെ കാലിൽ ആണി തുളച്ചു കയറുകയായിരുന്നു. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ വൈകുന്നതിനും ഇത് കാരണമായി. സ്പടികത്തിലെ ഏഴിമലപ്പൂഞ്ചോല എന്ന ഹിറ്റ് ഗാനരംഗത്തിന്റെ ചിത്രീകരണത്തിനിടയിലായിരുന്നു മോഹൻലാലിന്റെ കാലുകൾക്ക് പരിക്കേറ്റത്. പാട്ടിനിടയിൽ ആനപ്പുറത്തു നിന്നും വെള്ളത്തിലേക്ക് ചാടുന്ന രംഗത്തിലാണ് മോഹൻലാലിന്റെ കാലിൽ പാറക്കഷ്ണത്തിന്റെ ചീള് തുളച്ചു കയറി പരിക്കേറ്റത്. അലിബായ് ഷാജി കൈലാസ് ചിത്രമായ അലിബായുടെ ചിത്രീകരണത്തിനിടയിൽ ഒരു ഗൺഷോട്ട് രംഗം ചിത്രീകരിക്കുന്നതിനിടയിലായിരുന്നു അപകടമുണ്ടായത്. അന്നത്തെ സിനിമ മാധ്യമങ്ങൾ ഇത് ആഘോഷമാക്കിയിരുന്നു. സിനിമയ്ക്ക് മികച്ച പ്രമോഷൻ നേടിക്കൊടുക്കുന്നതിനും ഇത് കാരണമായി.